1936 ജനനം, 2001 കർദിനാളാകുന്നത്. അതിനുശേഷം സഭയുടെ നാഥനായി, തലവനായി ആഗോള കത്തോലിക്ക സഭയെ നയിച്ച് വരികയായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഹോപ്പ് എന്ന ആത്മകഥയിൽ പറയുന്ന ഏറ്റവും ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ നിലയിലേക്കൊക്കെ എത്തി അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു അനുഭവം അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: 1927 ഒക്ടോബർ 11 ജനോയിൽ നിന്നും ബ്യൂണസ് അയേഴ്സിലേക്ക് കപ്പലിൽ ടിക്കറ്റ് എടുത്ത ഒരു കുടുംബത്തിന് എല്ലാ സ്വത്തും വിറ്റുതീർക്കാൻ കഴിയാത്തതുകൊണ്ട് ടിക്കറ്റ് മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കേണ്ടി വന്നു. ആ കുടുംബത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നതുകൊണ്ട് ആ ടിക്കറ്റുകൾ, ആ കപ്പൽ യാത്രയുടെ ടിക്കറ്റുകൾ മറ്റൊരാൾക്ക് വിറ്റു. അവർക്ക്, ആ കുടുംബത്തിന് കയറാൻ പറ്റാത്ത ആ കപ്പൽ മുങ്ങി. ഒപ്പം എല്ലാവരെയും മരണത്തിലേക്കും ആ കപ്പൽ കൊണ്ടുപോയി. ടിക്കറ്റ് എടുത്തിരുന്ന 3 യാത്രക്കാർ മാതാപിതാക്കളും അവരുടെ ഏക മകൻ മരിയോയുമായിരുന്നു. ജീവിതം തിരിച്ചു പിടിച്ചത് അവരാണ്. അതായത് ആ 3 യാത്രക്കാർ, ടിക്കറ്റ് മറിച്ചു വിറ്റതിലൂടെ ജീവിതം തിരിച്ചു പിടിച്ച 3 യാത്രക്കാർ എന്ന് പറയുന്നത് മാതാപിതാക്കളും അവരുടെ ഏക മകൻ മരിയോയുമായിരുന്നു. ആ മരിയോയാണ് തനിക്ക് ജന്മം നൽകിയ പിതാവ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഐ ആം ഹിയർ നൗ എന്നാണ്. അതായത് ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തെ തന്നെ അങ്ങനെ ഒരു കാരുണ്യം പോലെ ഒരു ജീവിതം അദ്ദേഹത്തിന് നീട്ടിക്കിട്ടുകയായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ കപ്പലിൽ തീരുമായിരുന്നൊരു ജീവിതത്തിൽ നിന്നാണ് അദ്ദേഹം അതിൽ നിന്ന് ജീവിതത്തിലേക്ക് തന്നെ വരികയും ആ മരണത്തിലേക്ക് പോകാതെ ജീവിതത്തിലേക്ക് വരികയും അവിടെ നിന്ന് വളരെ ദീർഘമായൊരു ജീവിതയാത്രയിൽ അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ദാറ്റ് ഈസ് വൈ ഐ ആം ഹിയർ നൗ എന്ന് വെച്ചാൽ പോപ്പായി ഇവിടെ ഇരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയതിൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആ വിധത്തിൽ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ്. ഈ ആമുഖത്തിലൂടെയാണ്, അതാണ് ആ ആമുഖമാണ് ഈ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നത്. ഈ ആമുഖത്തിലൂടെ ആരംഭിക്കുന്ന ഒരു ആത്മകഥയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള ആത്മകഥ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, നിലപാടുകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ബിജു മുത്തത്തി കൂടി ചേരുന്നുണ്ട്. ബിജു, ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെക്കുറിച്ചാണ്, ഹോപ്പ് എന്ന പേരിൽ വന്നിട്ടുള്ള ആത്മകഥയിലെ ചില ഭാഗങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ എം എ ബേബി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതുപോലെ ആഗോള കത്തോലിക്ക സഭയ്ക്ക് എത്രമാത്രം പ്രാർത്ഥനയോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംഭാവനകളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് നേരത്തെ ജോസ് കെ മാണി MP പറഞ്ഞിട്ടുള്ളത്. നിശ്ചയമായും അതൊരു അപരിഹാര്യമായിട്ടുള്ള നഷ്ടം തന്നെയാണ് ആ സഭയെ സംബന്ധിച്ച്. ലോകത്തെ സംബന്ധിച്ചും അത്രമേൽ ആദരവോടെ കണ്ടിരുന്ന ഒരു വലിയ വ്യക്തിയുടെ വേർപാട് എന്ന് തന്നെ നിസ്സംശയം പറയാം, അല്ലേ? തീർച്ചയായും. ഒരുപക്ഷെ സഭയേക്കാൾ വളരെ മുന്നിൽ നടന്ന ഒരു സഭാനാഥനായിരുന്നു പോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രൈസ്തവ സഭ പലപ്പോഴും പല അഭിപ്രായത്തെയും സഭാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പോലും പലപ്പോഴും നിശബ്ദരായിരുന്നു അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങൾക്കും. പ്രത്യേകിച്ച് LGBT കമ്മ്യൂണിറ്റിയുടെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വാടക ഗർഭധാരണമൊക്കെ ആയി അതിനൊക്കെതിരെ സ്ത്രീകളുടെ അന്തസ്സിനൊക്കെ വേണ്ടിയിട്ട് പോപ്പ് നടത്തിയ വലിയ പ്രസംഗങ്ങളുണ്ട്. പലപ്പോഴും അദ്ദേഹം നടത്തിയ വലിയ സംഭാഷണങ്ങൾ, വലിയ പ്രസംഗങ്ങൾ, വലിയ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും സഭ അതിന് നിശബ്ദത പാലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് സഭ സഞ്ചരിക്കുന്നതിനേക്കാൾ വളരെ ദൂരം മുന്നോട്ട് സഞ്ചരിച്ച സഭയുടെ നേതാവായിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് കാര്യം, ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെയും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പാലസ്തീനിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ അദ്ദേഹം ശബ്ദിച്ചിട്ടുണ്ട്. ഒരു കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് പാലസ്തീനിൻ്റെ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായ കഫിയയിൽ ഉണ്ണിയേശുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയുണ്ടായി. അത്തരത്തിൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ലോകത്ത് പട്ടിണി, ദാരിദ്ര്യം, അഭയാർത്ഥി പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു നീതിയുടെയും പീഡിതരുടെയും പക്ഷത്ത് ചേർന്ന് അത് നിലപാടുകൾ ഉറക്കെ പറയാൻ മടിയില്ലാത്ത ഒരു പോപ്പിനെയാണ് ബെനഡിക്റ്റിന് ശേഷം ഈ കഴിഞ്ഞ 12 വർഷങ്ങളിലും ലോകം കണ്ടിരുന്നത്. അദ്ദേഹം വലിയ ഫുട്ബോൾ കളിക്കാരനായിരുന്നു, വലിയ വായനക്കാരനായിരുന്നു. കത്തോലിക്ക സഭ മുൻകാലങ്ങളിൽ ചെയ്ത പല പാപങ്ങൾക്കും പിൽക്കാലത്ത് അദ്ദേഹം തൻ്റെ അഭിപ്രായത്തിലൂടെ അതിന് കുറ്റസമ്മതം പോലെ, അതിന് പശ്ചാത്താപം പോലെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുണ്ടായിരുന്ന സൗഹൃദം. ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാപ്പ എന്നൊക്കെ അദ്ദേഹത്തെ വിളിച്ചവരുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അല്പ തമാശയായി അദ്ദേഹം പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്ത്യാനികളുടെ കൊടി മോഷ്ടിച്ചു
എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ പീഡിത പക്ഷപാതം അതിലൂടെയൊക്കെയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സൗഹൃദവുമായി അദ്ദേഹം ആ ഒരു സൗഹൃദം എന്നും അദ്ദേഹം നിലനിർത്തിയിരുന്നു. ലോകത്ത് യുദ്ധങ്ങൾക്കെതിരെ, ആക്രമണങ്ങൾക്കെതിരെ സമാധാനത്തിൻ്റെ ഒരു വലിയ വാദിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സ്ത്രീകളുടെ അന്തസ്സുമായി ഇപ്പോൾ നമുക്കറിയാം, മിനിഞ്ഞാന്ന് പെസഹ കഴിഞ്ഞ വർഷം പെസഹ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകളുടെയും കാല് കഴുകണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ സ്ത്രീകളുടെ അങ്ങനെ പുരോഹിതരോട് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി, സ്ത്രീകളുടെയും പുരുഷന്മാരുടെ മാത്രം കാല് കഴുകിയാൽ പോരാ, സ്ത്രീകളുടെയും കാല് കഴുകണം എന്ന് പറയുകയുണ്ടായി. അത്തരത്തിൽ വലിയ പുരോഗമനം, സഭയ്ക്കകത്തും പുറത്തും ചർച്ചയാകുന്ന വലിയൊരു പുരോഗമനവാദിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വാടക ഗർഭധാരണത്തിനെതിരെ, സ്ത്രീകളെ വെറും ചരക്കാക്കി മാറ്റുന്ന, വെറും ഒരു ശരീരമാക്കി മാത്രം മാറ്റുന്ന അവസ്ഥയ്ക്കെതിരെയും അദ്ദേഹം വലിയ തോതിൽ സംസാരിക്കുകയുണ്ടായി. ലൈംഗിക ആനന്ദം എന്ന് പറയുന്നത് ഇതുവരെയും ഒരു പോപ്പും ലൈംഗികത പാപമാണെന്നാണ് അതുവരെയുള്ള പലരും പഠിപ്പിച്ചത്. അതിൽ നിന്ന് മാറി ലൈംഗികാനന്ദം ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്തരത്തിൽ ക്രിസ്തീയ സഭ പുലർത്തിപ്പോന്നിരുന്ന പല പാപചിന്തകളെയും പല പാപബോധങ്ങളെയും പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നതാണ്. അങ്ങനെ പലതരത്തിൽ ധാർമ്മിക വിചാരണ നടത്തി മുന്നേറിയ ഒരു പോപ്പായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ശിവഗിരി മഠം സംഘടിപ്പിച്ച ലോക സമാധാന സമ്മേളനത്തിൽ റോമിൽ അദ്ദേഹം പങ്കുചേർന്നത്. ആ സമയത്ത് ഗുരുവിനെ അനുസ്മരിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുണ്ട്. സഹിഷ്ണുതയും വിദ്വേഷവും, അസഹിഷ്ണുതയ്ക്കും വിദ്വേഷത്തിനുമെതിരെ അദ്ദേഹം ശബ്ദിച്ച് അത് നടത്തിയ പ്രസംഗമുണ്ട്.